ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് ഓല സ്കൂട്ടറിന്റെ സർവീസ് സെന്ററുകളിൽ നിന്നും എനിക്ക് നേരിടേണ്ടി വന്ന ഒരു അനുഭവങ്ങളെ കുറിച്ചാണ്. ഓല സ്കൂട്ടറിന്റെ അധികൃതർ അവരുടെ സൈറ്റ് വഴി അറിയിച്ചിരുന്നത് കഴിഞ്ഞ ഡിസംബറിനുള്ളിൽ 1000 സർവീസ് സെന്ററുകൾ അവർ തുടങ്ങുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇത് പാവപ്പെട്ട കസ്റ്റമേഴ്സിന്റെയും ഗവൺമെന്റിന്റെയും കണ്ണിൽ പൊടിയിടുന്നതിന് മാത്രമായിരുന്നു എന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലാകുന്നുണ്ട്. കാരണം എന്റെ വണ്ടി കഴിഞ്ഞ ചൊവ്വാഴ്ച കംപ്ലൈന്റ് ആയിട്ട് തൃപ്പൂണിത്തുറയിലുള്ള കരിങ്ങാച്ചിറ ഓല സർവീസ് സെന്ററിൽ ഞാൻ കൊടുക്കുകയുണ്ടായി. ഇതെനിക്ക് ഡേറ്റ് കിട്ടിയത് തന്നെ ഒരാഴ്ചക്ക് മുമ്പ് ഞാൻ അവരുടെ ആപ്പിൽ നിന്നും ഷെഡ്യൂൾ ചെയ്ത ഡേറ്റ് ആണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ ഞാൻ കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ വണ്ടി കൊടുക്കുകയുണ്ടായി. അതായത് ബ്രേക്ക് പിടിക്കുമ്പോൾ ഭയങ്കര സൗണ്ടും ഫ്രണ്ട് വീല് ജാമാവുന്നതായിരുന്നു മെയിൻ കംപ്ലൈന്റ്. പിന്നെ 1-2 വേറെ ചെറിയ കംപ്ലൈന്റുകളും ഞാൻ അവിടുത്തെ സ്റ്റാഫുമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഞാനിത് ആപ്പില് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഈ ഡേറ്റ് കിട്ടുന്നതും ഞാൻ കൊണ്ടുപോകുന്നത്. അങ്ങനെ അവിടുത്തെ സ്റ്റാഫ് ഇതെല്ലാം നോക്കി വെരിഫൈ ചെയ്തിട്ട് അവർ പറഞ്ഞു 2 ദിവസത്തിനുള്ളിൽ അത് ക്ലിയർ ചെയ്ത് തരാമെന്ന് എന്നോട് പറഞ്ഞു. അതനുസരിച്ച് ഞാൻ അവിടെ വണ്ടി വെച്ചിട്ട് പോരുകയും പിന്നെ അതിനുശേഷം 2 ദിവസത്തിന് ശേഷം ഞാൻ അവരെ കോൺടാക്ട് ചെയ്യുമ്പോഴൊക്കെ അവർ പറയുന്നത് ഇന്ന് തരാം, ഇന്ന് വൈകിട്ടത്തേക്കാവും. വൈകിട്ട് നമ്മൾ വിളിക്കുമ്പോൾ അവർ ഫോൺ എടുക്കില്ല. പിന്നെ നമ്മൾ പിറ്റേ ദിവസവും വിളിക്കും, ഇത് തന്നെ അവർ പറയും ഇന്ന് വൈകിട്ട് തരാം, പിന്നെ ഫോൺ എടുക്കില്ല. പിന്നെ 1-2 പ്രാവശ്യം ഞാൻ അവിടെ ചെന്നു. അപ്പോഴൊരു നാളത്തേക്ക് ശരിയാവും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇതുവരെയായിട്ടും വണ്ടി ലഭിച്ചിട്ടില്ല. ഇപ്പൊ എനിക്ക് ഈ ഓല അധികൃതരോട് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എന്തിനാണ് ഈ സർവീസ് സെന്ററുകളുടെ എണ്ണം കൂടിയിട്ട്? ഒരു കാര്യവുമില്ല. ഈ സർവീസ് സെന്ററിലെ എണ്ണം കൂടിയിട്ട് കാര്യമില്ല. അവിടുത്തെ സ്റ്റാഫുകളുടെ എണ്ണം കൂട്ടുക. ഇത് ഇവര് പറയുന്നത് വർക്ക് ചെയ്യാൻ ആളില്ല, 2 പേരേ ഉള്ളൂ, അതിൽ തന്നെ ഒരാളേ ഉള്ളൂ ഇപ്പോൾ വർക്ക് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളുടെ വണ്ടി തരാൻ കഴിയാത്തതെന്ന് പറഞ്ഞത്. ഈ സ്റ്റാഫുകളെയൊക്കെ റിക്രൂട്ട് ചെയ്യേണ്ടതും അവിടെ പരിമിതമായ അളവിലുള്ള സ്റ്റാഫുകളെ നിയമിക്കേണ്ടതും ഓലയുടെ ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ വെറുതെ സർവീസ് സെന്ററുകളുടെ എണ്ണം കൂട്ടിയിട്ട് ഗവൺമെന്റിന്റെയോ കസ്റ്റമേഴ്സിന്റെയോ കണ്ണിൽ പൊടിയിടാൻ ശ്രമിച്ചിട്ട് ഒരു കാര്യമില്ല. ഇതിനൊക്കെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗവൺമെന്റ് ഇങ്ങനെയുള്ള കമ്പനികൾക്കൊക്കെ അവരുടെ വിൽപ്പനയിലും മറ്റു കാര്യങ്ങളിലൊക്കെ അംഗീകാരം കൊടുക്കുമ്പോൾ, അവർക്ക് ലൈസൻസ് കൊടുക്കുമ്പോൾ ഇവര് കസ്റ്റമേഴ്സിന് വേണ്ടത്ര വിധത്തിലുള്ള സർവീസുകൾ ലഭ്യമാക്കുന്നുണ്ടോ അതും കൂടെ ഉറപ്പുവരുത്തേണ്ടതാണ്. അല്ലെങ്കിൽ അത് ഓരോ വർഷവും അത് ഉറപ്പുവരുത്തേണ്ടതാണ്. കസ്റ്റമേഴ്സിന്റെ റിവ്യൂ എടുത്ത് നോക്കേണ്ടതാണ്. ഇതൊന്നും ചെയ്യുന്നില്ല. ഇവരുടെ വണ്ടികൾ പുതിയതായിട്ട് വരുന്നുണ്ട്, പുതിയ അപ്ഡേഷനുകളൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇവരുടെ സർവീസ് സെന്ററുകൾ ഇപ്പോഴും പഴയപടി തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. യാതൊരു വിധത്തിലുള്ള മാറ്റവും ഇവരുടെ സർവീസ് സെന്ററുകളിലെ സ്റ്റാഫിനോ അല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾക്കോ ഉണ്ടായിട്ടില്ല. ഈ വീഡിയോ കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റം വരികയാണെങ്കിൽ അത് ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓലയെടുത്ത ഒരു 80%-90% കസ്റ്റമേഴ്സിനും വളരെ മോശമായിട്ടുള്ള അഭിപ്രായമാണ് ഉണ്ടാകുന്നത്. ഇവിടെ സർവീസ് സെന്ററുകളിൽ ചെന്ന് കഴിഞ്ഞാൽ വളരെ ഡിലേ ആയിട്ടാണ് വണ്ടി ലഭിക്കുന്നത്. നമ്മളെല്ലാവരും വണ്ടി എടുക്കുന്നത് നമ്മുടെ ആവശ്യത്തിന് ഓടുന്നതിന് വേണ്ടിയാണല്ലോ. അതിപ്പോ ബാക്കിയുള്ള പെട്രോൾ വണ്ടികൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാലത്ത് കൊടുത്തു കഴിഞ്ഞാൽ വൈകിട്ട് കിട്ടും, അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ നമുക്ക് വണ്ടി കിട്ടും. ഇത് അതേ സാഹചര്യത്തിൽ നമുക്ക് ഇലക്ട്രിക് വെഹിക്കിൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച അതിൽ കൂടുതലാവുന്നുണ്ട്. അവർക്ക് എന്ന് തരാൻ പറ്റും എന്നുള്ള കാര്യം അവർക്ക് അവിടുത്തെ സ്റ്റാഫിന് തന്നെ വ്യക്തമായ മറുപടി പറയാൻ കഴിയുന്നില്ല. ഞാനൊരു വണ്ടി ഈ ഓല എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന് ഓല വണ്ടി റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആള് ഇതുപോലെ തന്നെ വണ്ടി എടുത്ത് ആൾക്കും പല കംപ്ലൈന്റുകൾ വന്നു. ഇതുപോലെ തന്നെ സർവീസ് സെന്ററിൽ നിന്ന് വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള പെരുമാറ്റവും, പിന്നെ അതുകൂടാണ്ട് അവർക്ക് വണ്ടി വളരെയധികം ഡിലേ ആയിട്ടാണ് അവരുടെ കംപ്ലൈന്റ് ഒക്കെ ക്ലിയർ ചെയ്ത് കൊടുത്തത്. നമ്മൾ ഇനി ആർക്കും റെഫർ ചെയ്തില്ല എന്നുള്ള രീതിയിലുള്ള തീരുമാനമാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇവരുടെ ആപ്പില് അല്ലെങ്കിൽ ഇവരുടെ സൈറ്റിൽ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്വിക്ക് സർവീസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ ക്വിക്ക് സർവീസ് പോയിട്ട് ഒരു പറയുന്ന സമയത്തിന് 2 ദിവസം 3 ദിവസത്തിനുള്ളിലെങ്കിലും വണ്ടി കൊടുക്കാൻ പറ്റണുണ്ടോ? അത് കസ്റ്റമേഴ്സിന് ആ പറയുന്ന ക്വിക്ക് സർവീസ് എന്നുള്ളതിനോട് യാതൊരുവിധ നീതിയും ഇവർ പുലർത്തുന്നില്ല. ഒരിക്കലും ഒരു ഓല ആർക്കും റെഫർ ചെയ്യില്ല. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ആരും ഈ ഓല വണ്ടി എടുക്കരുത്. പരസ്യം കണ്ടിട്ട് ഈ വണ്ടി പോയി എടുക്കരുത്. വണ്ടി എടുത്തോണ്ട് യാതൊരു പ്രയോജനമില്ല. സർവീസ് ഇല്ലെങ്കിൽ വണ്ടി നമ്മൾ എടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? സർവീസ് ആദ്യം നല്ലതാവണം. സർവീസ് നന്നായാലല്ലേ നമുക്ക് ആ വണ്ടി കൊണ്ട് ഉപകാരമുള്ളൂ. ഇത് വണ്ടിയാണ്. വണ്ടി നമ്മൾ എത്ര ദൂരം ഓടിയാലും എന്തെങ്കിലുമൊക്കെ കംപ്ലൈന്റുകൾ വരാം. ആ ചെറിയ കംപ്ലൈന്റുകളാണെങ്കിൽ പോലും അത് പെട്ടെന്ന് ക്ലിയർ ചെയ്ത് മുന്നോട്ട് ഓടിക്കാനുള്ള സാഹചര്യത്തിലേക്ക് വണ്ടികളെ കൊണ്ടുവരിക. അതിനല്ലേ നമ്മൾ സർവീസ് സെന്ററുകളെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കണേ. സർവീസ് സെന്ററിൽ ചെന്ന് കഴിഞ്ഞാൽ സർവീസ് സെന്ററിൽ നിൽക്കുന്ന ആൾക്കാർ നമ്മളോട് കംപ്ലൈന്റ് പറഞ്ഞു, ഇവിടെ ആളില്ല, അതുകൊണ്ടാണ് എനിക്ക് ശരിയാക്കാൻ പറ്റാത്തത് എന്നുള്ള പറയുന്നത്. അപ്പൊ അവരുടെ കംപ്ലൈന്റ് നമ്മുടെ കംപ്ലൈന്റുമായിട്ട് ചെല്ലുമ്പോൾ അവര് സ്റ്റാഫില്ലാന്ന കംപ്ലൈന്റും പറഞ്ഞുകൊണ്ട് നമ്മുടെ അടുത്തോടാണ് പറയുന്നത്.
ഇതൊക്കെ ഒല അധികൃതര് വേഗത്തിൽ അത് ക്ലിയർ ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ ഒല നമ്മുടെ ഇതിൽ തന്നെ ഇല്ലാണ്ടാവും. ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് തന്നെ പുതിയൊരു മാറ്റമാണ്. ആ മാറ്റത്തിലേക്ക് ആൾക്കാരെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ സർവീസ് ആയി നല്ലതാണ്. സർവീസ് നല്ല ആകാതെ യാതൊരു വിധത്തിലുള്ള അപ്ഡേറ്റുകളോ പുതിയ മോഡലുകളോ ഒല കൊണ്ടുവന്നിട്ട് യാതൊരു വിധത്തിലുള്ള പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല.